പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിന് ശേഷം വടകരയിലുണ്ടായ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാൻ കൂടിയ UDFിൻ്റെ യോഗത്തിൽ വെച്ച് RMP എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവായിട്ടുള്ള KS ഹരിഹരൻ നടത്തിയ ഒരു പ്രസ്താവന വിവാദമായി. ആ വിവാദത്തെ തുടർന്ന് അദ്ദേഹം അതിൽ തനിക്ക് പറ്റിയ തെറ്റ് പരസ്യമായി പറഞ്ഞെങ്കിലും ആ വിവാദം ഇപ്പോഴും തുടർന്നും പൊതുമണ്ഡലത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് CPM വളരെ ഗൗരവമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരാമർശം ഉണ്ടായ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് പൊതുമണ്ഡലത്തിൽ വലിയൊരു ചർച്ചയാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഉള്ള വലിയ ശ്രമത്തിലാണ് CPMഉം അതുമായി ബന്ധപ്പെട്ട സംഘടനകൾ. സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ ഇവിടെ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ, ആ ചാനലിൻ്റെ എഡിറ്ററായിട്ടുള്ള ശ്രീമാൻ പ്രമോദ് രാമൻ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളും അതിനോടുള്ള പ്രതികരണങ്ങളുമാണ്. അതായിരിക്കും എൻ്റെ ഈ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം. സുഹൃത്തുക്കളെ, ഈ മീഡിയ വണ്ണിൽ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ ഒരു ചർച്ചാ പരിപാടി കുറച്ച് മാസങ്ങളായി നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഒരു ചർച്ചാ പരിപാടിയുണ്ട് അവർക്ക്. 2-3 വിഷയങ്ങൾ എടുത്തിട്ട് 2.5-3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ചർച്ചയാണ് ഔട്ട് ഓഫ് ഫോക്കസ്. അതിൽ ഒരു അവതാരകയുണ്ടാവും. ആ അവതാരകയോടൊപ്പം തന്നെ 2 മുതിർന്ന മാധ്യമ പ്രവർത്തകർ അവരുടെ അഭിപ്രായങ്ങൾ പറയും. അതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. ആ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഈ കഴിഞ്ഞ മെയ് 23 നടന്ന ചർച്ചയിൽ ഒരു ചർച്ചാ വിഷയത്തിൻ്റെ പേര് ഹരിഹരൻ്റെ വിപ്ലവാഭാസം എന്നായിരുന്നു. ഹരിഹരൻ്റെ വിപ്ലവാഭാസം. അപ്പോൾ ആ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്തത് ഒരു വനിത ഉണ്ടായിരുന്നു. വനിതയുടെ പേരെനിക്കറിയില്ല. ആ ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരാളായി ചർച്ചയിൽ പങ്കെടുത്തത് മീഡിയ വണ്ണിൻ്റെ എഡിറ്ററായിട്ടുള്ള പ്രമോദ് രാമനായിരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത മറ്റൊരു മാധ്യമപ്രവർത്തകൻ നിഷാദ് റാവുത്തർ എന്ന് പറയുന്ന മീഡിയ വണ്ണിലെ മറ്റൊരു റിപ്പോർട്ടറായിരുന്നു. സുഹൃത്തുക്കളെ, ആ ചർച്ചയുടെ പേരിൽ നിന്ന് തന്നെ ആ ചർച്ചയുടെ ഉദ്ദേശം വളരെ പ്രകടമാണ്. കാരണം ഹരിഹരൻ്റെ വിപ്ലവാഭാസം എന്നാണ് ആ ചർച്ചയ്ക്ക് നൽകിയിരിക്കുന്ന പേര് തന്നെ. അപ്പോൾ പേരിൽ നിന്ന് തന്നെ എന്താണ് അവരുദ്ദേശിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ ആ ചർച്ച പൂർണ്ണമായി കേട്ടു. അപ്പോൾ ആ ചർച്ച തുടങ്ങിക്കൊണ്ട് ആ മാധ്യമപ്രവർത്തക പറയുന്നത് ഇങ്ങനെ KS ഹരിഹരൻ ഇങ്ങനെ ഒരു പരാമർശം, ഒരു സ്ത്രീവിരുദ്ധ പരാമർശം ആ വേദിയിൽ നടത്തി. അത് തന്നെ വളരെയധികം അസ്വസ്ഥയാക്കി. വലിയ അസ്വസ്ഥത തനിക്ക് പരാമർശം കൊണ്ടുണ്ടായി എന്ന് അവർ പറയുന്നതിനെ തുടർന്ന് പ്രമോദ് രാമൻ തൻ്റെ അഭിപ്രായങ്ങൾ സാമാന്യം വിശദമായി അദ്ദേഹം പറയുന്നുണ്ട്. അതിനെ തുടർന്ന് ഏതാണ്ട് അതിനോട് യോജിച്ചുകൊണ്ട് തന്നെ നിഷാദ് റാവുത്തറും തൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, എനിക്കിവിടെ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് മീഡിയ വണ്ണിൻ്റെ എഡിറ്ററായിട്ടുള്ള പ്രമോദ് രാമൻ ഹരിഹരനെക്കുറിച്ചും ഹരിഹരൻ്റെ പ്രസ്താവനകളെക്കുറിച്ചും വിവാദ പ്രസ്താവനയെക്കുറിച്ചും ഹരിഹരൻ്റെ കാഴ്ചപ്പാടിനെക്കുറിച്ചുമൊക്കെ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, അതിൻ്റെ അവതാരകത്തിന് തുടക്കത്തിൽ അവർക്ക് വലിയ അസ്വസ്ഥതയുണ്ടാക്കിയ ഒരു പരാമർശമായിരുന്നു ഹരിഹരൻ്റെത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തുടങ്ങുന്നത്. അതിനോട് പൂർണ്ണമായി യോജിച്ചുകൊണ്ട് ഹരിഹരനെതിരെ വളരെ മോശമായ നിലയിലുള്ള പരാമർശങ്ങളാണ് പ്രമോദ് രാമൻ നടത്തുന്നത്. പ്രമോദ് രാമൻ പറയുന്നത് ഇത് ഹരിഹരനെ ഒരു രാഷ്ട്രീയ നേതാവായി പോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഹരിഹരൻ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. ഹരിഹരൻ പിന്നെ ഒരു രാഷ്ട്രീയ നിരീക്ഷകനായി വന്നു. അതിനുശേഷം അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായി മാറി എന്നൊക്കെ പറയുമ്പോഴും ആ പറഞ്ഞതുപോലെ ഹരിഹരനെ അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അതിലൊക്കെ കൃത്യമായി നിഴലിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് താനും ഹരിഹരനും ഒക്കെ ഒരുമിച്ച് ദേശാഭിമാനിയിൽ ജോലി ചെയ്തിരുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഹരിഹരൻ ദേശാഭിമാനിയിൽ നിന്ന് വിട്ടു. പക്ഷേ ഹരിഹരൻ ദേശാഭിമാനിയിൽ ജോലി ചെയ്യുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രസിദ്ധീകരണമായിട്ടുള്ള ദേശാഭിമാനി വാരികയിൽ എന്തൊരു വലിയ സാംസ്കാരിക മാധ്യമം ആഴ്ചപ്പതിപ്പാണ് ദേശാഭിമാനി എന്ന് എത്ര ആലോചിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ പ്രമോദ് രാമനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു സാംസ്കാരിക വാരികയാണ് ദേശാഭിമാനി. അപ്പോൾ ആ ദേശാഭിമാനി വാരികയുമായി ബന്ധപ്പെട്ടാണ് ഹരിഹരൻ പ്രവർത്തിച്ചിരുന്നത്. മാധ്യമപ്രവർത്തനമൊന്നും ആയിരുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കത്തിക്കയറുന്ന പ്രമോദ് രാമൻ ഒരു ഘട്ടത്തിൽ ഹരിഹരനെതിരായിട്ടുള്ള
വിമർശനം എല്ലാ സീമകളും കടന്നുകൊണ്ട് ഹരിഹരൻ്റെ ഒരു വഷുളൻ ചിന്താഗതിയാണ് പുറത്തു വരുന്നത്. അയാൾ ക്ഷമ പറഞ്ഞെങ്കിലും ഹരിഹരൻ്റെ ഒരു വഷളൻ മനസ്സിൽ രൂഢമൂലമായി കിടക്കുന്ന ഒരു വഷളൻ സ്ത്രീവിരുദ്ധ ചിന്താഗതിയാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് അത് വലിയ തോതിൽ അത് വിമർശിക്കപ്പെടേണ്ടതാണ്. അത് മാപ്പ് പറഞ്ഞു എന്നുള്ളത് കൊണ്ടൊന്നും കാര്യമില്ല. മാപ്പ് പറഞ്ഞു എന്ന് പറയുന്നത് തൻ്റെ ചില സുഹൃത്തുക്കളൊക്കെ തന്നെ ബന്ധപ്പെട്ടപ്പോൾ അത് തെറ്റായിപ്പോയി എന്ന് കണ്ട് മാപ്പ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പം സ്വാഭാവികമായും അത് അയാൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞ മാപ്പല്ല. മറുഭാഗത്ത് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ മാപ്പ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പ്രമോദ് രാമൻ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് പ്രമോദ് രാമൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഹരിഹരൻ ഒരു മാധ്യമ പ്രവർത്തകൻ പോലുമല്ല, ഒരു രാഷ്ട്രീയ നേതാവായി പോലും ഹരിഹരനെ അംഗീകരിക്കാൻ കഴിയില്ല. ഹരിഹരൻ സ്ത്രീകളെക്കുറിച്ചിട്ട് വഷുളൻ ചിന്താഗതി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു നീചനായ ഒരു മനുഷ്യനാണ്, ഒരു നികൃഷ്ടനായ മനുഷ്യനാണ് എന്നുള്ള ഒരു സന്ദേശമാണ് പ്രമോദ് രാമൻ തൻ്റെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറഞ്ഞ ആ പരിപാടിയിൽ നടത്തുന്നത്. അതിനേതാണ്ട് യോജിച്ചുകൊണ്ട് അത്ര ശക്തമല്ലാത്തതാണെങ്കിൽ കുറേ അഭിപ്രായങ്ങൾ പിന്നീട് വന്ന നിഷാദ് റാവുത്തറും പറയുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാനിവിടെ എടുത്ത് വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രമോദ് രാമൻ ഹരിഹരനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് പ്രമോദ് രാമനെയും ഹരിഹരനെയും ഒന്ന് താരതമ്യം ചെയ്താൽ കൊള്ളാം എന്നുണ്ട്. ഇപ്പോൾ പ്രമോദ് രാമൻ അയാളുടെ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഞാനും ഹരിഹരനും അവിടെ ഒരുമിച്ച് ദേശാഭിമാനിയിൽ ജോലി ചെയ്തിരുന്നതാണ് എന്ന് ഇയാൾ പറയുന്നുണ്ട്. അപ്പോൾ അയാൾ ഈ പ്രമോദ് രാമനെ കുറിച്ചിട്ട് ഞാനൊന്ന് വിശദമായി അന്വേഷിച്ചപ്പോൾ അയാളെന്തോ കാസർഗോഡുകാരനാണ്. പഠിച്ചിരുന്നപ്പോൾ SFIക്കാരനായിരുന്നു. അതിനുശേഷം അയാൾ ദേശാഭിമാനിയിൽ വന്ന് ജോലിക്ക് ചേർന്നു, റിപ്പോർട്ടറായിട്ട് ജോലിക്ക് ചേർന്നു. ട്രെയിനി ആയിരിക്കുമ്പോൾ തന്നെ അയാൾ ദേശാഭിമാനിയിൽ നിന്ന് അയാൾ വിട്ടുപോയി. ദേശാഭിമാനിയിൽ നിന്ന് വിട്ടുപോയിട്ട് അയാൾ ഏഷ്യാനെറ്റിൽ പോയി കുറേ നാൾ ജോലി ചെയ്തു. ഏഷ്യാനെറ്റിൽ കുറേ നാൾ ജോലി ചെയ്തതിന് ശേഷം അയാൾ മനോരമ ചാനലിൽ കുറച്ച് നാൾ ജോലി ചെയ്തു. ആ ജോലി ചെയ്തതിന് ശേഷം അയാളിപ്പോൾ മീഡിയ വൺ എന്ന് പറഞ്ഞ് CPMകാർ തന്നെ മൗദൂദി ചാനൽ, ജമാഅത്ത് ചാനൽ എന്നും പറഞ്ഞ് വളരെ നീചവും നികൃഷ്ടവുമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തുന്ന മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനലിൻ്റെ എഡിറ്ററായിട്ട് ഇരിക്കുകയാണ് ഈ പ്രമോദ് രാമൻ. എവിടെയൊക്കെ പോയി എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. പിന്നെ പ്രമോദ് രാമനെ സംബന്ധിച്ചിടത്തോളം വലിയ ഈ പറഞ്ഞ പോലെ ഒരു വലിയ ബുദ്ധിപരമായി വളരെയേറെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പൊതുപ്രവർത്തനം എന്നുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം പ്രമോദ് രാമൻ എന്തോ ഒരു ഊതി വീർപ്പിച്ച ബലൂണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താൻ എന്തോ ആണ് എന്നുള്ള ഒരു ധാരണ അയാളുടെ ഓരോ വാക്കുകളിലും അടങ്ങിയിട്ടുണ്ട്. താൻ പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് എന്നൊരു തോന്നലാണ് അയാൾ പറയുന്ന അയാളുടെ ഓരോ വാക്കിലും അയാളുടെ ശരീരഭാഷയിലും അയാളുടെ ഈ ഡയലോഗ് ഡെലിവറിയിലും ഒക്കെ ഉള്ളത്. എല്ലാം തികഞ്ഞവനാണ് താൻ എന്നുള്ളൊരു തോന്നലാണ് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ മൊത്തത്തിലുള്ളത്. പക്ഷേ അയാളൊരു ആവറേജോ അല്ലെങ്കിൽ ബിലോ ആവറേജോ ആയിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകനായിട്ട് മാത്രമേ ഞാൻ അയാളെ ഇതുവരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്തിൻ്റെ ഒരു അപജയമായിട്ടാണ് ഇതുപോലെ ശരാശരിക്ക് കീഴിലുമുള്ളവരൊക്കെ തന്നെ വലിയ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തേക്ക് വരുന്നതെന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. സുഹൃത്തുക്കളെ, എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, ഈ പ്രമോദ് രാമൻ ഒരു ചാനലിൽ നിന്ന് വേറൊരു ചാനലിലേക്ക്, ഒരു കൊമ്പിൽ നിന്ന് വേറൊരു കൊമ്പിലേക്ക് ചാടുന്ന രീതിയിൽ ഇങ്ങനെ ചാടി പോയി ഇപ്പോൾ അയാൾ മീഡിയ വണ്ണിൻ്റെ എഡിറ്ററായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന അയാൾ ഹരിഹരൻ എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ചിട്ടാണ് ഈ നീചവും നികൃഷ്ടമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അയാളെയും ഹരിഹരനെയും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ഹരിഹരൻ ദേശാഭിമാനിയിൽ ജോയിൻ ചെയ്തു. പതിറ്റാണ്ടുകളോളം ദേശാഭിമാനിയിൽ പല സ്ഥാനങ്ങളിൽ പ്രവർത്തിച്ചു. അവസാനം ആശയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ താൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലപാടും CPMൻ്റെ നിലപാടും തമ്മിൽ ആശയപരമായി യോജിക്കില്ല എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് തൻ്റെ ഏക വരുമാന മാർഗമായിരുന്ന, അന്ന് ഹരിഹരൻ അവിടെ നിന്ന് രാജിവെക്കുമ്പോൾ ഹരിഹരൻ്റെ ഭാര്യയ്ക്ക് പോലും ജോലി ഉണ്ടായിരുന്നു എനിക്കൊന്നുമില്ല, ഹരിഹരൻ്റെ ഭാര്യയ്ക്ക് ഇപ്പോഴും അങ്ങനെ ജോലി ഉള്ളതായിട്ടൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ താനും CPMുമായിട്ട് പ്രത്യയശാസ്ത്രപരമായി യോജിക്കാൻ കഴിയില്ല എന്നറിഞ്ഞപ്പോൾ തൻ്റെ ഏക വരുമാന മാർഗമായിട്ടുള്ള ആ ജോലിയിൽ നിന്ന് രാജിവെക്കുകയും CPMൽ നിന്ന് ശാരീരികമായ ആക്രമണം പോലും നേരിട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഹരിഹരൻ.
അതേസമയം ഈ ഞെളിഞ്ഞിരുന്ന് ഈ ശീതീകരിച്ച മുറിയിൽ കാലിന്മേൽ കാലും കയറ്റി ഇരുന്നു കൊണ്ട് ഇങ്ങനെ വായിൽ കല്ലുട്ടുരുട്ടുന്നത് പോലെ താനെന്തോ ആണെന്നുള്ള ഒരു തോന്നലിൽ ഇങ്ങനെ ഊതി വീർപ്പിച്ച ബലൂൺ പോലെ വർത്തമാനം പറയുന്ന ഈ പ്രമോദരാമൻ്റെ അവസ്ഥ എന്താ? പണത്തിന് വേണ്ടി, കൂടിയ ശമ്പളത്തിന് വേണ്ടി അയാൾ ആദ്യം ദേശാമാനിൽ വന്നു. അവിടുന്ന് അയാൾ ഏഷ്യാനെറ്റ് തുടങ്ങിയപ്പോൾ അങ്ങോട്ട് വിട്ടുപോയി. ഒരു പ്രത്യയശാസ്ത്രവും ഒരു നിലപാടും അയാൾക്കുണ്ടായിരുന്നില്ല. അവിടുന്ന് മെച്ചപ്പെട്ട പണം കിട്ടിയപ്പോൾ അയാൾ മനോരമയിലേക്ക് ചാടിപ്പോയി. അവിടെ കുറേ നാളിരുന്നു. അവിടുന്ന് മെച്ചപ്പെട്ട സ്ഥാനവും പണവും ഒക്കെ കിട്ടിയപ്പം അയാൾ മീഡിയ വൺ എന്ന് പറഞ്ഞ ചാനലിലേക്ക് പോയി. അപ്പോൾ അയാളുടെ നിലപാടെന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്കൊരു നിലപാടും ഇല്ല, ഒരു പ്രത്യയശാസ്ത്രവും ഇല്ല, ഒരു രാഷ്ട്രീയവും ഇല്ല. അയാൾക്ക് പണവും സ്ഥാനവുമാണ് പ്രധാനം. ആ പണവും സ്ഥാനവും പ്രധാനവുമായിട്ടുള്ള ഒരു നിലപാടുമില്ലാത്ത പ്രമോദരാമനാണ് നിലപാടുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ നിലപാടുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട്, പ്രത്യയശാസ്ത്രത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് തനിക്കുണ്ടായിരുന്ന ഏക വരുമാന മാർഗമായിരുന്ന ദേശാമാനിയിലെ ജോലി രാജിവെച്ച് ഒരു വരുമാനവും കിട്ടാത്ത താൻ ഇഷ്ടപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഹരിഹരൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹരിഹരനെയാണ് പണത്തിന് വേണ്ടിയും സ്ഥാനത്തിന് വേണ്ടിയും ചാടി ഒരു കൊമ്പിൽ നിന്ന് വേറൊരു കമ്പിലേക്ക് ചാടുന്ന ഇയാൾ ശീതീകരിച്ച മുറിയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നുകൊണ്ട് പച്ചയ്ക്ക് 6 വഷളൻ എന്നൊക്കെ പറഞ്ഞ് വൃത്തികെട്ട രീതിയിൽ നീചമായി നികൃഷ്ടമായി വിമർശിക്കുന്നത്. എന്താണ് പ്രമോദരാമ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ പ്രമോദരാമൻ്റെ ഉദ്ദേശം? എന്താ പ്രമോദരാമൻ? നിങ്ങൾ ഇരിക്കുന്നത് ശീതീകരിച്ച മുറിയിൽ, നിങ്ങൾക്ക് 5 അക്ക ശമ്പളം, എല്ലാ സൗകര്യം, ചാനലിൻ്റെ എഡിറ്റർ. ഹരിഹരൻ അങ്ങനത്തെ ഒരാളല്ല. ഹരിഹരൻ റോഡിൽ ജീവിക്കുന്നവനാണ്. ഹരിഹരന് കാറുമില്ല, സ്ഥാനവുമില്ല, ശമ്പളവുമില്ല, ഒന്നുമില്ല. ഹരിഹരൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്. ഹരിഹരൻ എപ്പോൾ വേണമെങ്കിലും CPMൻ്റെ വാൾമുനയ്ക്ക് തീരാവുന്ന ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് ഹരിഹരന് ഏറ്റവും പ്രധാനം ഹരിഹരൻ്റെ നിലപാടാണ്. ഹരിഹരൻ വരുമാനം കണ്ട് ചാടുകയായിരുന്നെങ്കിൽ ഹരിഹരനും ഈ പറഞ്ഞ പോലെ മനോരമയിലോ മംഗളത്തിലോ ഒക്കെ ഈ പ്രമോദരാമനെ പോലെ ഞെളിഞ്ഞ് കാലും കയറ്റി ശീതീകരിച്ച മുറിയിൽ ഇരിക്കാമായിരുന്നു. ഹരിഹരൻ അങ്ങനത്തെ ആളല്ല. ഹരിഹരൻ്റെ നിലപാടാണ് പ്രശ്നം. ഇനി പ്രമോദരാമൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഹരിഹരൻ 6 വഷളൻ ചിന്താഗതിയാണെന്ന്. 6 വഷളൻ ചിന്താഗതി അകത്ത് കൊണ്ടുനടക്കുന്ന ആളാണെന്ന്. പ്രമോദരാമ 6 വഷളൻ ചിന്താഗതി അകത്ത് കൊണ്ടുനടക്കുന്ന ഒരുപാട് സമുന്നതരായ നേതാക്കന്മാരില്ല. CPMൻ്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള EK നായനാർ പറഞ്ഞെന്താ? ചായ കുടിക്കുന്ന പോലെയാണ് വിദേശ രാജ്യങ്ങളിൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളല്ലേ EK നായനാർ. ലതിക സുഭാഷിനെ കുറിച്ച് എത്രയോ നീചമായിട്ടുള്ള നികൃഷ്ടമായിട്ടുള്ള നിലയിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളാണ് മഹാനായ VS അച്യുതാനന്ദൻ. MM മണി എന്താണ് പറയുന്നത് സ്ത്രീകളെ കുറിച്ചിട്ട്? പെമ്പിള ഒരുമയുടെ പ്രവർത്തകരെ കുറിച്ചിട്ട് MM മണി എന്താ പറഞ്ഞത്? MM മണി ആനി രാജ എന്ന് പറഞ്ഞ CPM നേതാവിനെ കുറിച്ചിട്ട്, CPI നേതാവിനെ കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? അവർ ഡൽഹിയിൽ നിന്ന് എന്തോ ഉണ്ടാക്കുന്നല്ലേ MM മണി പറഞ്ഞത്? പ്രമോദരാമ ഞാൻ ചോദിക്കട്ടെ, അതുപോലെ A വിജയരാഘവൻ എന്താണ് പറഞ്ഞത് രമ്യ ഹരിദാസിനെ കുറിച്ചിട്ട്? P ശശി എത്രയോ സ്ത്രീകളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി P ശശി അല്ലേ പ്രമോദരാമ ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്? PK ശശി ഇവിടെ ഉന്നത സ്ഥാനത്തിരിക്കുകയല്ലേ പ്രമോദരാമ? അതൊന്നും പ്രമോദരാമന് പ്രശ്നമല്ല. പ്രമോദരാമൻ അതൊന്നും കാണുന്നില്ല. പ്രമോദരാമൻ അതിനെക്കുറിച്ചൊന്നും പ്രശ്നമല്ല. പ്രമോദരാമന് നിലപാടുകൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന സാധാരണക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരനായ ഹരിഹരനെ 6 വഷളനായി ചിത്രീകരിക്കണം. നടക്കില്ല പ്രമോദരാമ, നടക്കില്ല. ഇനി പ്രമോദരാമൻ ഇത് പറയുന്നുണ്ടല്ലോ, ഈ 6 വഷളനാണ് കാഴ്ചപ്പാടാണ് ഹരിഹരൻ എന്ന് പറയുന്നുണ്ടല്ലോ. ഹരിഹരൻ്റെയും KK രമയുടെയും ഒക്കെ ഫേസ്ബുക്കിൻ്റെ കീഴിൽ വരുന്ന കമൻറ്റുകൾ ഇയാൾ നോക്കിയിട്ടുണ്ടോ പ്രമോദരാമ? നോക്കിയിട്ടുണ്ടോ പ്രമോദരാമൻ? എത്ര അശ്ലീലവും എത്ര അപകീർത്തിപരവും എത്ര അപഹാസ്യവുമായിട്ടുള്ള സ്ത്രീവിരുദ്ധ പ്രസ്താവനകളാണ്, അശ്ലീലങ്ങളാണ് ഈ ഹരിഹരൻ്റെയും ഈ KK രമയുടെയും ഒക്കെ ഫേസ്ബുക്കിന് കീഴിൽ വരുന്ന കമൻറ്റുകൾ. നിങ്ങൾ ഏത് മാളത്തിലാണ് പ്രമോദരാമൻ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി പ്രമോദരാമൻ എന്താ കാണേണ്ടത്? ഹരിഹരൻ ഇങ്ങനൊരു പ്രസ്താവന നടത്തി. ആ പ്രസ്താവന തെറ്റാണെന്ന് ബോധ്യപ്പെട്ട സമയത്ത് തന്നെ ഹരിഹരൻ നിരുപാധികം മാപ്പ് പറഞ്ഞു അതിനെക്കുറിച്ച്. ഫേസ്ബുക്കിൽ മാത്രമല്ല, അതിനുശേഷം ഹരിഹരൻ പറഞ്ഞു. ഞാനത് വായിക്കാം നിങ്ങൾക്ക്, പ്രമോദരാമൻ കേൾക്കാൻ വേണ്ടി ഞാനത് വായിക്കാം. ഇയാളോട് ചോദിച്ചു, ഹരിഹരനോട് ചോദിച്ചു പറഞ്ഞു, വ്യക്തിപരമായി വന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പിഴവ് അതിലുണ്ട്, താൻ പറഞ്ഞതിലുണ്ട്. രാഷ്ട്രീയ പിഴവെന്ന് പറയുമ്പോൾ നമ്മൾ പുരുഷാധിപത്യ സമൂഹത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ
സ്ത്രീ പ്രശ്നങ്ങളെ, സ്ത്രീകളോടുള്ള സമീപനത്തിൽ വരുന്ന ഒരു പിശക് അതിലടങ്ങിയിട്ടുണ്ട്. അയാൾ പറയുകയാണ് ആ പിശക് അബോധമായി വന്നതാണ്, പക്ഷേ അത് തിരുത്തേണ്ടതാണ്. നമ്മൾ കൂടി സമരം ചെയ്ത് മാറ്റേണ്ട ഒരു പ്രശ്നമാണത്. ആന്തരികമായി ഒരു സമരം നടക്കേണ്ടതുണ്ട്. പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകതയാണത്. ഇതൊന്നും പ്രമോദരാമൻ നിങ്ങൾ കേട്ടില്ലേ? ശീതീകരിച്ച മുറിയിൽ ഇരിക്കുന്ന ആളായതുകൊണ്ട് നിങ്ങളത് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷേ കേൾക്കണം. അപ്പം ഹരിഹരൻ മാപ്പ് പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ വിശദീകരണവും കൂടെ ഹരിഹരൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിശദീകരണം ഹരിഹരൻ നൽകിയിട്ടുണ്ട്. അത് കാണാതെ ഹരിഹരൻ്റെ വിപ്ലവാഭാസം എന്നൊക്കെ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇംഗ്ലീഷിൽ റിഡിക്കുലസ് എന്ന് പറയും, ഇംഗ്ലീഷിൽ പ്രിപ്പോസ്റ്ററസ് എന്ന് പറയും എന്നാണ് എനിക്ക് പ്രമോദരാമനോട് പറയാനുള്ളത്. പിന്നെ പ്രമോദരാമ, ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര പേര് തിരുത്തിയിട്ടുണ്ട്? പ്രമോദരാമ, നായനാർ തിരുത്തിയിട്ടുണ്ടോ? VS അച്യുതാനന്ദൻ തിരുത്തിയിട്ടുണ്ടോ? P ശശി തിരുത്തിയിട്ടുണ്ടോ? PK ശശി തിരുത്തിയിട്ടുണ്ടോ? MM മണി തിരുത്തിയിട്ടുണ്ടോ? വിജയരാഘവൻ തിരുത്തിയിട്ടുണ്ടോ? ആരെങ്കിലും തിരുത്തിയിട്ടുണ്ടോ? പ്രമോദരാമ, ആരും തിരുത്താത്ത സാഹചര്യത്തിൽ അന്തസ്സായി സംശയലേശമന്യേ താൻ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പറയുകയും അത് തനിക്കുണ്ടായിട്ടുള്ള പിശകാണ്, അത് തിരുത്തേണ്ടതാണ് എന്ന് പറയുകയും ചെയ്ത KS ഹരിഹരൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനോട്, നിസ്വനായി ഒരു പാർട്ടിയുടെ നേതാവായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള KS ഹരിഹരനോട് പ്രമോദരാമൻ നിരുപാധികം മാപ്പ് പറയുകയാണ് വേണ്ടത്. ഹരിഹരൻ്റെ വിപ്ലവാഭാസം എന്ന് പറഞ്ഞ അത് പിൻവലിക്കുകയും ഹരിഹരൻ്റെ അറിവഷളൻ എന്ന് ഹരിഹരനെ വിളിച്ചത് നിരുപാധികം പിൻവലിക്കുകയുമാണ് പ്രമോദരാമൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പ്രമോദരാമന് ഒരു കീറക്കടലാസിൻ്റെ, ഒരു സ്ക്രാപ്പ് ഓഫ് പേപ്പറിൻ്റെ വില പോലും പൊതുജനങ്ങൾ, ഈ മീഡിയ വൺ കാണുന്ന പ്രേക്ഷകരും നൽകില്ല എന്നാണ് എനിക്ക് പ്രമോദരാമനോട് ഈ അവസരത്തിൽ വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്.